بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയും കേൾക്കുകയും ചെയ്തത് മയ്യത്തിനോടുള്ള ബാധ്യതകളെക്കുറിച്ചാണ്, കടപ്പാടുകളെക്കുറിച്ചാണ്, നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ്. ഒരാൾ മരണാസന്നമാകുന്ന സമയത്തും അതുപോലെ മരിച്ചു കഴിഞ്ഞാലും കരയുന്നവരുണ്ട്. ആ കരയുന്നത് തന്നെ ശബ്ദമില്ലാതെ കരയുന്നവർ, കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് ശബ്ദമില്ലാതെ കരയുന്നവരുണ്ട്. ദുആ ചെയ്യുമ്പോഴും ഖുർആൻ പാരായണ സമയത്തുമെല്ലാം വിങ്ങിപ്പൊട്ടി ശബ്ദമില്ലാതെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണങ്ങളിലും ഏർപ്പെടുന്നവരുണ്ട്. ശബ്ദമുയർത്തി കരയുന്നവരുമുണ്ട്. എണ്ണിപ്പിറക്കി ആ മരണപ്പെട്ട വ്യക്തി ചെയ്ത നന്മകളെക്കുറിച്ചും മറ്റുമെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് കരയുന്നവരുണ്ട്. കരയുമ്പോൾ തന്നെ മുഖത്തടിച്ചും നെഞ്ചത്തടിച്ചും കരയുന്നവരുമുണ്ട്. കരയാതെ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. ഇങ്ങനെ കരയൽ, പൊതുവെ കരയൽ വ്യത്യസ്തമായ രീതികളുണ്ട്. എങ്കിലും കരയൽ ജായിസാണോ, അനുവദനീയമാണോ, മുബാഹാണോ, കറാഹത്താണോ, മക്രൂഹാണോ, മന്ദൂബാണോ, സുന്നത്താണോ, ഹറാമാണോ കരയൽ, ഖിലാഫുൽ ഔലയാണോ, നല്ലതിന് വിപരീതം ആണോ, നെഞ്ചത്തടിച്ചും എണ്ണിപ്പെറുക്കിയും കരയാൻ പാടുണ്ടോ, കരയരുത് എന്ന് നിരോധനയുണ്ടോ, മഹാനീയ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ടോ കരയാൻ പാടില്ല എന്ന്? കരയേണ്ടത് മരണത്തിന് മുമ്പ്, മരണാസന്നമായ വ്യക്തി മരണത്തോട് മല്ലടിക്കുമ്പോഴാണോ കരയേണ്ടത്? അതെല്ലാം മരിച്ചു കഴിഞ്ഞാണോ കരയേണ്ടത്? ചിരിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, ഇങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഇടക്കിടക്ക് വന്നുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മയ്യത്ത് കിടത്തിയിരിക്കുകയാണ്, അന്യപുരുഷന്മാർ അവിടെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ വന്ന് പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് മയ്യത്തിനെ ചുംബിക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ കരഞ്ഞിട്ടുണ്ടോ? മരണാസന്നമായ വ്യക്തിയുടെ പേരിലും മരണപ്പെട്ട വ്യക്തിയുടെ പേരിലും നബിതങ്ങളും സഹാബത്തും കരഞ്ഞിട്ടുണ്ടോ? ഇത്യാദി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? വയജൂസുൽ ബുക്കാ അലൈഹി, മയ്യത്തിൻ്റെ മേൽ കരയൽ അനുവദനീയമാണ്. മാകാന ബിലാ റഫ്ഇ സൗത്തിൻ, ശബ്ദം ഉയർത്താതെ കരയുകയാണെങ്കിൽ ആ കരച്ചൽ ജായിസാണ്, അനുവദനീയമാണ്.
അത് ഹൃദയത്തിൽ വേദന ഉള്ളതിനോടൊപ്പം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതോടൊപ്പമാണ് ശബ്ദമുയർത്താതെ കരയുന്നതെങ്കിൽ അനുവദനീയമാണ്. ആ കരയുമ്പോൾ കണ്ണുനീർ ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദന വിങ്ങുന്നുണ്ട്, അതോടൊപ്പം ഉയർത്താതെയാണ് കരയുന്നതെങ്കിൽ ജായിസാണ്. വലാ ഖിലാഫ ഫീ ഇബാഹത്തിഹി, കരയൽ മുബാഹാണ്, അനുവദനീയമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് കരയുകയാണെങ്കിൽ അത് കറാഹത്തിന്റെ സ്ഥാനത്താണ്. ഷാഫി മദ്ഹബിലാണ് ഈ പറയുന്നത്. വഹുബി മഹല്ലിൽ കറാഹത്തി, കറാഹത്തിന്റെ മഹല്ലാണ്, സ്ഥാനത്താണ്. അതുപോലെ വഗൈരിഹ, കറാഹത്ത് അല്ലാത്ത സ്ഥാനവും വരും. നേരത്തെ സൂചിപ്പിച്ച പല രീതിയിൽ വരും. അതിൻ്റെ കാര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ വലാ യഹ്റുമു മുത്ലഖൻ ഇൻദ ശൈഖന റംലി റഹ്മഹുല്ലാഹ്, ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ നിരുപാധികം കരയൽ ഹറാമില്ല. നിരുപാധികം. വഖാല ശൈഖുന സിയാദി ബി ഹിർമത്തിഹി, എന്നാൽ ശൈഖുന സിയാദി റഹ്മഹുല്ലാഹിയുടെ അടുക്കൽ ഹറാമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്കാറിൽ പറഞ്ഞതുപോലെ ഹറാമാണെന്നാണ്. അപ്പോൾ മയ്യത്തിൻ്റെ പേരിൽ കരയുന്നത് ലിഖൗഫിൻ അലൈഹി മിൻ ഹൗലി യൗമിൽ ഖിയാമത്തി വനഹ്ബിഹി, ഖിയാമത്ത് നാളിൻ്റെ ഭീകരത, ഖബറിലെ ഭീകരമായ അവസ്ഥ, ഇതെല്ലാം ഓർത്തുകൊണ്ട് ഭയന്നുകൊണ്ടാണ് ഈ മയ്യത്ത് അനുഭവിക്കേണ്ടി വരുന്ന ആ അവസ്ഥകളെക്കുറിച്ച് ഭയന്നുകൊണ്ടാണ് കരയുന്നതെങ്കിൽ ഫലാ ബഅസ ബിഹി, ആ കരയൽ കൊണ്ട് കുഴപ്പമില്ല. അതല്ല മഹബത്തിൻ്റെ പേരിൽ കുട്ടിയെപ്പോലെ മഹബത്ത് സ്നേഹത്തിൻ്റെ പേരിലും അലിവിൻ്റെ പേരിൽ ദയ, അതിൻ്റെ പേരിലാണ് കരയുന്നതെങ്കിലും ഇപ്രകാരം തന്നെ കുഴപ്പമില്ല. പക്ഷേ ക്ഷമിക്കലാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. കരയാതെ ക്ഷമിക്കുക. കരയാതെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ മഹത്തുക്കൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയുള്ളൂ. മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു കിടക്കുകയാണ്, അവർ ചിരിച്ചുകൊണ്ടാണ് കിടക്കണത്, അതുകൊണ്ട് ഞാനും ചിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, ചിരിച്ചുകൊണ്ടിങ്ങനെ നടക്കുക. അവർ മയ്യത്ത് ചിരിച്ചുകൊണ്ടാണ് കിടക്കണേ, അതുകൊണ്ട് ഞാനും ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പ്രവണത അത് നല്ല പരിപാടിയല്ല. ക്ഷമിക്കലൊക്കെ തന്നെയാണ് ഉത്കൃഷ്ടം. അതുപോലെ തന്നെ സ്വലാഹ്, നന്മയുടെ പേരിൽ അല്ലെങ്കിൽ ബറക്കത്തിൻ്റെ പേരിൽ, ധീരതയുടെ പേരിൽ, അല്ലെങ്കിൽ വിജ്ഞാനം പോലുള്ളതൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ പേരിലൊക്കെയാണ് കരയുന്നെങ്കിൽ ആ കരയിൽ മന്ദൂബാണ്. നാടൻ ഭാഷയിൽ പറയുന്നത് സുന്നത്താണെന്ന് പറയാം, മന്ദൂബാണ്. കുടുംബബന്ധം നഷ്ടപ്പെടുന്നതിൻ്റെ പേരിലോ നന്മ നഷ്ടപ്പെടുന്നതിൻ്റെ പേരിലോ മസ്ലഹത്ത് നിലനിർത്തുന്നത് നഷ്ടപ്പെടുമെന്ന പേരിലോ ഒക്കെയാണെങ്കിൽ കരയിൽ മക്രൂഹാണ്, കറാഹത്താണ്. അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ ഖളാ, അത് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ, അത് സമ്മതിക്കാൻ വൈമനസ്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയിൽ തീരുമാനത്തിൽ തൃപ്തിയില്ല, ഇതിൻ്റെയൊക്കെ പേരിലാണ് കരയുന്നെങ്കിലോ കരയിൽ ഹറാമാണ്. ഇത് ശഫീ മദ്ഹബിൻ്റെ കൽയൂബിയിലൊക്കെ കാണാൻ കഴിയും. ഇതാണ് കരയുന്നതിനെ കുറിച്ച് ഹ്രസ്വമായ രീതിയിൽ പറയുകയാണെങ്കിൽ. അത് തന്നെ മരണത്തിൻ്റെ മുമ്പാണോ കരയിൽ അനുവദനീയം, അതല്ല മരിച്ചതിന് ശേഷമാണോ കരയേണ്ടത്? മരണത്തിന് മുമ്പും ശേഷവും കരയാമോ? മുമ്പാണോ കരയേണ്ടത്, ശേഷമാണോ കരയേണ്ടത്? എന്നാൽ മരിക്കുന്നതിന് മുമ്പ് കരയിലാണ് ഔല, ഏറ്റവും നല്ലത്.
അപ്പം മരണാസന്നമായി കിടക്കുന്ന ആൾ മരണത്തോട് മല്ലിടുമ്പോൾ കരയുക. ഔ ബിഗൈരി ഹദറത്തിൽ മുഹത്തദിരി, മരണാസന്നമായ വ്യക്തിയുടെ അടുക്കൽ വെച്ച് കരയാതെ ഇപ്പം മാറി നിന്ന് കരയാം. അതാണ് നല്ലത് എന്ന അഭിപ്രായമുണ്ട്. ഷറഹുൽ മുഹദ്ദിബിൽ പറഞ്ഞിട്ടുള്ള മരണത്തിന് ശേഷം കരയുക അത് ഖിലാഫുൽ ഔലിയാണ്, നല്ലതിന് വിപരീതമാണ്. വക്കീല മക്രൂഹാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. വിശദാംശത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രവേശിക്കാം. അർഹമുർ റഹീമായ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നാമുമായി ബന്ധപ്പെട്ടവരിൽ പലരുമുണ്ട്. വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും പരിപൂർണമായ ശമനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.